Hello guys. ഹലോ എവരിവൺ, ഇന്നത്തെ ഡേ വന്നിട്ട് ഞാൻ എൻ്റെ നോമ്പ് പിടിച്ചിട്ടുള്ള ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. ബട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇതെൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനിപ്പം മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് ഇതിൻ്റെതായ ഒരുമാതിരി ഉണ്ട്. ഞാൻ എല്ലായിടത്തും ഒന്നും അങ്ങനെ മോയ്സ്ചറൈസർ ഇല്ല, കൂടുതലും ഞാൻ ചീക്സിലാണ് ഇടുന്നത്. ഈ മോയ്സ്ചറൈസർ ഇടുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ഒരു റെഡിഷ് കളറാവും, അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറാവും. കാരണം ഇത് ഓൾറെഡി ഒരു പിങ്ക് ടെക്സ്ചറാണ്. ഇതെൻ്റെ അടുത്തൊരു സൺസ്ക്രീനാണ്. ഈ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് വരെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വാങ്ങി. അൺഫോർച്ചുനേറ്റ്ലി ഇത് 2 എണ്ണം വാങ്ങിച്ചു. സോ രണ്ടും തീരുന്ന, ഇതിപ്പോൾ രണ്ടാമത്തെ. സോ ഇത് തീരുന്ന വരെ യൂസ് ചെയ്യാവുന്നുള്ളൂ. അല്ലാണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര കവറേജ് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഒരു സൺസ്ക്രീനിൽ ഭയങ്കര ഗ്ലോയി, ഇതിനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോയി ഫിനിഷിങ്ങാണ് തരുന്നത്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് കാണുമ്പോൾ ഭയങ്കര ഗ്ലോയിയാണ്. ബട്ട് ഇത്രയും ഗ്ലോ ഉള്ളതുകൊണ്ട് ഇത് കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കൊള്ളാം അടിപൊളിയെന്ന് പറയാൻ തോന്നിയിട്ടില്ല. അത്ര ഭയങ്കര ഗ്ലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരുപാട് ഓയിലി ഫീൽ തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്ത്. സോ ഇനി അടുത്തത് ഞാൻ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഇടുന്നത്. ആദ്യം നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്യണം. അത് നോക്കിയാണ്. സോ എൻ്റെ കയ്യിലൊരു മിററുണ്ട്, ഞാൻ ആ മിററിൽ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ വ്ളോഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വ്ളോഗിങ് ഒന്നും ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം മടി, ഭയങ്കര മടിയാണ് എനിക്ക്. സോ മടിയെന്ന് പറഞ്ഞാൽ ഈ യാത്രയോട് മടിയാണ്. പക്ഷെ എനിക്ക് ചെയ്തേ മതിയാകൂ എന്നുള്ള കുറേ കാര്യങ്ങൾ. രാവിലെ എണീക്കണം, കുളിക്കണം, സാധാരണ കുളിക്കണം മതി. ചില സമയത്ത് എനിക്കത് ഇല്ലാണ്ടും പറ്റില്ല, അങ്ങനെയും തോന്നാറുണ്ട്. ഈ ക്ലാസ്സിൽ പോകണമൊക്കെ ഭയങ്കര മടികളാണ്. പക്ഷെ എനിക്ക് ക്ലാസ്സിൽ പോകണം എന്നും തോന്നാറുണ്ട്. ഇഷ്ടമായിട്ട് കാര്യമില്ല, പക്ഷെ ഭയങ്കര മടിയാണ് എനിക്ക്. ഇത് കാണുന്ന എന്താ പറയുക, സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇങ്ങനെയല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നും. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് ഒന്നും അങ്ങനെ കാണാറുമില്ല. അങ്ങനെ അതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാളുമില്ല. സോ കാണുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ സോറി. അത് നിങ്ങളുടെ തോന്നലല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് അത്ര അറിയില്ല. ഞാൻ കയ്യിലുള്ള ആക്ച്വലി ഇത് പകുതി എൻ്റെ കയ്യിലാണ് പോയത്. ഇത് എൻ്റെ നൈറ്റ് ഡ്രസ്സാണ്. ഇനി ഞാൻ നൈറ്റ് ഡ്രസ്സ് മാറ്റി റെഡി ആവണം. സോ ഇതൊന്ന് നൈറ്റ് ഡ്രസ്സായിരുന്നു. ഇനി ഞാൻ പോയി ഡ്രസ്സ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഒരു വയ്യാത്ത ഫീലുണ്ട്. നോമ്പൊക്കെ ആയിട്ട് കോളേജിൽ പോകും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ പോകുന്നു. കുറേ ദിവസം പറഞ്ഞാൽ 2 ദിവസം, ബാക്കിയെല്ലാം ലീവ് എടുത്തു. എപ്പോഴും ഒക്കെ നോമ്പ് വെച്ച് കോളേജിൽ പോയാൽ ചിലപ്പം ഡീഹൈഡ്രേറ്റൊക്കെ ആയി വയ്യാണ്ടായാലും. സോ നമുക്ക് പോയി ഡ്രസ്സ് മാറിയിട്ട് തരാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു, ഇങ്ങനെ വ്ളോഗൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാരെങ്ങനെ നിൽക്കും എന്നൊക്കെ. പക്ഷെ ഐ ഡോണ്ട് കെയർ. കാരണം എനിക്ക് വന്നൊരു പ്രശ്നമല്ല. ഒന്നാമത്തെ എന്തോ മറന്നിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അടിയിലൊരു വേറെ ടോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മേളിലായിട്ട് ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഐ ഷാഡോ ആണ്. ഇതിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ഐ ഷാഡോ ചെയ്യുന്നത്.
സോ ഞാൻ ഇതൊരു പിഞ്ച് എടുത്ത് അപ്ലൈ ചെയ്യും. ഏതാണെന്ന് വെച്ചാൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഒന്നെങ്കിൽ എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. യൂഷ്വൽ ആയി. അത് കാരണം എന്താ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ ഒരു മിററിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. സോ ഇതൊക്കെ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് മസ്കാര ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയത് ചുമ്മാ ഒരു പേരിന്. ദെൻ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരുപാട് അപ്ലൈ ചെയ്തെന്ന് ബ്ലഷില്ല, ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തോളൂ. കാണിച്ചു തരാം. ഡോണ്ട് വറി, ഇതൊക്കെ ഇങ്ങനെ ബ്ലഷ് ചെയ്യാം. ഇതല്ലായിരുന്നു എൻ്റെ ബ്ലഷിൻ്റെ ബ്രഷ്, അതന്നെ മനസ്സിലായല്ലോ. പക്ഷെ വേറൊരു ബ്രഷായിരുന്നു, അത് ഞാൻ അവിടെ വെച്ചു. ആക്ച്വലി ഞാൻ ഇവിടെ ഇരുന്നിട്ടല്ല ഇങ്ങനെ റെഡി ആവുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ആ ബ്രഷ് എടുക്കാൻ പറ്റുന്നത്. ഞാൻ അപ്പുറത്ത് മിറർ നോക്കിയിട്ടാണ് റെഡി ആവുന്നത്. സോ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡെസ്കിൽ വന്നതാണ്. സോ ഇനി ബ്ലഷ് ഇട്ടു, നമുക്ക് അടുത്ത സാധനം ഇടാം. സോറി ഗാസ്, ഞാൻ ഇതിടാൻ മറന്നുപോയി, കാണിക്കാൻ മറന്നുപോയി. ഇതൊരു ലിപ് ടിന്നാണ്. സോ ആദ്യം നമ്മൾ ലിപ് ബാം മാറ്റണം. ഞാൻ എപ്പോഴും എണീറ്റിട്ട് ലിപ് ബാം റെഡി ആവുന്നതിന് ഏറ്റവും മുമ്പ്. എന്നിട്ട് ഇതൊരു ലിപ് ടിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ റിമൂവ് ചെയ്താൽ 10 മിനിറ്റ്സ് അല്ലാതെ മുമ്പ് കാണും. സോ ഇത് വരെ ഓക്കെ. ഇനി നമുക്ക് ഐ മേക്കപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ, ബട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. സോ അത് ഞാൻ കാണിക്കണില്ല. ഇപ്പം നോമ്പ് സമയമാണ് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നത്. സോ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ചെയ്ത് എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. വേറെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഇവിടെ മാത്രം. സോ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ലിപ്സ്റ്റിക് വൈപ്പ് ചെയ്യാം, ബട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വൈപ്പ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, ഗ്ലോ. ഇത് ഞാൻ അങ്ങനെ ഇടാറില്ല, ബട്ട് ഇന്നെന്തോ വ്ളോഗ് ചെയ്യുന്നോളൂ ഇടാൻ തോന്നുന്നുണ്ട്. കുറച്ചിടാം അല്ലേ? ഇത്രയൊക്കെ മതി, ഓവറാവാൻ പാടില്ല. ഒന്നും നമ്മൾ ഓവറാവാം. ഒന്നാമത് നോമ്പാണ്. നോമ്പ് വെച്ചിട്ടാരും ഇങ്ങനെയൊക്കെ ഇടുമോ? ഞാൻ ഇടുന്ന എന്നെപ്പോലെ അതിലൊക്കെ കാണും. അതൊന്നും ഇങ്ങനെ അല്ല ഉണ്ട് എന്ന് അറിയാവുന്നവരുണ്ടാകും, അവർ എങ്ങനെയൊന്നും തോന്നരുത്. എനിക്കെത്ര അറിയില്ല, എനിക്കറിയണ്ട. എനിക്കിങ്ങനെ ഓക്കെ, ഞാൻ റെഡി. വാവ്, ഇത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടാലേ നമ്മൾ റെഡിയാണ്. പിന്നെ ഒരു സൺസ്ക്രീനും കൂടി ഇട്ടാൽ നോക്കാമല്ല. എനിക്ക് ഹെയറാണ്, ഹെയർ ഭയങ്കര നോമ്പ് വെച്ചിട്ട് ഹെയർ കാണിക്കാൻ പാടില്ല. പക്ഷെ ഇനി വീഡിയോ ഇടുമ്പോഴത്തേക്ക് എൻ്റെ നോമ്പ് ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ഹെയറൊക്കെ ഒന്ന് കോം ചെയ്യട്ടെ. എന്നിട്ട് എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാം, ഇല്ലെങ്കിൽ അയച്ചാൽ. അതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തു, വേറൊന്നും ചെയ്തില്ല. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ എന്താ ചെയ്യുന്നത്. ഹെയർ കട്ട്, ചുമ്മാ ഹെയർ കട്ട് ചെയ്തിട്ടാണ്. എനിക്ക് ഇത്രയും ഹെയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പം ആരാണ്ടൊക്കെ എന്നോട് ചോദിച്ചത്, ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. എന്താ കുറച്ച് വീഡിയോയിൽ എൻ്റെ ഹെയർ ഇത്രയും ഉണ്ടാവും, പിന്നെ കുറേ വീഡിയോയിൽ ഇത്രയും ഉണ്ടാവും എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ ഹെയറാണ്. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്ത് ഇവിടം വരെ ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ ഹെയർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഹെയർ മിക്സ് ചെയ്യണം, നല്ലവണ്ണം മിക്സ് ചെയ്യണം. സോ ഗായ്സ്, ആണ് ഞാൻ കോളേജിൽ പോട്ടെ.
ഇനി കോളേജിൽ പോയിട്ട് ഇന്ന് തന്നെ നോമ്പ് ഡേ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഇത്രയും ഓക്കെ ആയിട്ട് ഇരിക്കുമെന്ന്. ഇനി ഇത് വൈപ്പ് ചെയ്തിട്ട് എൻവൈബൻ്റെ ഇടും. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ലാസ്റ്റ്. ഞാൻ ഇറങ്ങുവാണ്. പക്ഷെ എന്നാലും ബുക്സൊക്കെ എടുത്ത് വെക്കുകയാണ്. എനിക്കിഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ് ബുക്സ് എടുത്ത് വെക്കുക. എനിക്ക് റഫ് ബുക്ക് വെച്ചിട്ട് പോകണമെന്നാണ്. പക്ഷെ എൻ്റെ അടുത്ത് നോട്ട് കാണിക്കണമെന്ന് മിസ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ചൊന്നും ക്ലാസ്സിൽ പോകാറില്ലായിരുന്നു. സോ ഇത് എനിക്കൊന്ന് ലാസ്റ്റ് മന്താണിത്. ഇനിയൊരു മന്ത് ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റഡി ലീവ്, ലാബ്, അങ്ങനെയൊക്കെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു പോകും. പ്രൊജക്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ആ PDF ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എടുക്കുക, കാര്യം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കോളേജ് ക്ലിയറായി ഗൈസ്. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ടെൻഷനും ഉണ്ട്, കോളേജ് കഴിയുന്നതിൻ്റെ ഹാപ്പിനെസ്സും ഉണ്ട്. സോ ഗൈസ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ബാഗിലെല്ലാം എടുത്ത് വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രേ ഒക്കെ അടിക്കാം. ഇത് ഞാൻ വാട്ടർ ഗോൾഡിൻ്റെ സ്പ്രേ അടിക്കണം. അപ്പം ഞാൻ ഇറങ്ങട്ടെ. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഈ പല്ല് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ കോളേജിൽ പോവാതെ കലോത്സവം കാണാൻ വേണ്ടിയിട്ട് ഫൈനലി തീരുമാനിച്ച് അങ്ങനെ വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കലോത്സവത്തിന് വന്നതാണ്. അപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ അടുത്തുള്ള പാർക്കിൽ പോകാം. ഇവിടെ കലോത്സവം ഒരു വേദി അപ്പുറത്തുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് എനിക്കൊന്ന് തിരുവല്ല ബൈപ്പാസ് ആ ഒരു സൈഡാണിത്. അപ്പോൾ 2 വേദി ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പാർക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഈ പാർക്കിൽ രാവിലെ ആയതുകൊണ്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. പിന്നെ ഒരു ചേച്ചി മുറ്റമൊക്കെ തൂക്കുന്നേ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ആയിട്ടൊരു ഹോൾസ് വെക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ നമ്മൾ കലോത്സവത്തിന് പോകണം. നമ്മൾ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകണം, നമ്മൾ എൻജോയ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഇവിടെ ഇങ്ങനെ ഒരു നടക്കാൻ സംഭവിക്കുന്നുണ്ട്. സോ കണ്ടോ, ഇവിടെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേർക്ക് കാണാൻ പറ്റിയ ഊഞ്ഞാലാണ്, വലിയവർക്ക് കയറാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് ഇതിലൊക്കെ ഒറ്റയ്ക്ക് കയറാൻ കുറേ ആൾക്കാരാണ്. പിന്നെ ഇവിടേക്ക് ഇത് റോഡാണ്, റോഡ് സൈഡിലാണ് ഈ പാർക്ക് വരുന്നത്. പിന്നെ ഇത് നോക്ക്, ആ സംഭവം കാണിച്ചാൽ ഇതെന്താ പറയുക, ഇതെന്താ പറയുക. അപ്പോൾ ഇത് വന്നിട്ട് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു റോപ്പ് ബ്രിഡ്ജാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ കയറും. പിന്നെ അവിടെ ആയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ ആയിട്ടൊരു കുളമൊക്കെ ഉണ്ട്. ഇവിടെ കയറാൻ പറ്റുമായിരിക്കും, ഇതൊക്കെ കയറാൻ പറ്റുമല്ലേ. പിന്നെ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഒരു പാർക്കാണല്ലോ ആക്ച്വലി. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ പാർക്കാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷെ വലിയ ഇങ്ങനെ കുറച്ചുകൂടി കയറി വരുമ്പോൾ വേറെ കുറേ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടൊന്നുമില്ല, ഇങ്ങോട്ടില്ല. ഇവിടെ ആയിട്ട് നേരത്തെ കണ്ട റൈഡ് പോകാൻ നമുക്ക് കുറേ റൈഡ് ഇവിടെയൊക്കെ കയറാൻ ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് ജാതിക്കാന്ന് തോന്നുന്നു.
ജാതിക്കയാണ്. ഇത് 2 ജാതിക്ക മരങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ മൊത്തം കുറേ ജാതിക്ക, നല്ല രസമുണ്ട്. പിന്നെ നല്ലൊരു എസ്തറ്റിക്കായിട്ടൊരു മരമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഓപ്പൺ ചെയ്യില്ല. ഇതിനകത്ത് കയറാൻ പറ്റുമോ? ഇല്ലെന്ന് തോന്നുന്നില്ല. ഫ്രീ ആണോ അതോ നമ്മൾ ടിക്കറ്റ് എടുത്ത് 50 രൂപയുടെ ടിക്കറ്റ്? അങ്ങനെ നമ്മൾ വേറെ കുറേ റൈഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഒരു ജീപ്പോ സംതിങ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നു. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഇട്ട് കണ്ടോ ഒരു റോപ്പിൻ്റെ സെറ്റപ്പൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇങ്ങനെ വലിഞ്ഞ് കയറിയിട്ട് ഇങ്ങനെ വരുവാണോ, അങ്ങനെ തോന്നുന്നു. പിന്നെ ഇവിടെ ആയിട്ടൊരു ട്രെയിൻ പോകുന്ന സെറ്റപ്പ് ഉണ്ട്. നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഈവനിങ് ടൈമിലേക്ക് ആയിരിക്കും. സോ അപ്പോൾ ഇനി നമുക്ക് കലോത്സവത്തിന് പോവാം. ഓക്കെ, ഞാൻ ഈ ഒരു പാർക്കിൽ നിന്ന് ഇത് നമ്മുടെ നാച്ചുറൽ ഡേറ്റ്സ് ആണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡേറ്റ്സ്. സോ ഇതായാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇത് ഈ പാർക്കിന് തന്നെ വേറൊരു സൈഡാണ്. ഇത് റോഡാണ്. ഇവിടെ കുറേ ബാംബൂസൊക്കെ നിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ പാർക്ക്. ഇതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോണ്ടാണ്. ഇവർ ലേക്ക് പോലൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഡേറ്റ്സിൻ്റെ മരം. ഈ ട്രീസിൽ നിന്നാണ് നമുക്ക് ഈ നാച്ചുറൽ ഡേറ്റ്സ് കിട്ടുന്നത്. സോ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ഇതുണ്ടോ, ഇങ്ങനത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെ കയറാം. ഇവിടെ കയറിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇതൊക്കെ ഒരു സ്കില്ലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആയിട്ട് അപ്പുറത്ത് കലോത്സവമൊക്കെ കാണാൻ പോകും. എന്നിട്ട് കോളേജിൽ പോകും. എന്നിട്ട് ഇത് പോകും. ഓക്കെ, പോയാ കയറി ഇവിടം വരെ ഇത് ഞങ്ങളുടെ അമ്മ കാണുന്ന അത് കയറുമായിരിക്കും. കാല് തന്നെ തറ വീഴുന്ന വരച്ചൊരു അപ്പുറത്തെ സൈഡിലും പിന്നെ മാർത്തോമ കോളേജിലുമാണ്. ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കലോത്സവത്തിന് കയറാം. കോളേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുക. സോ ഇവിടെയായിട്ട് കുറച്ച് ഫുഡ് കഫ്റ്റേരിയ പോലെയൊക്കെ ഫുഡിൻ്റെ കുറച്ച് സെക്ഷനൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ പക്ഷേ ഒന്നും കിട്ടാൻ ഒരിടത്ത് മാത്രമേ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും വലിയ സൈസാണ് ഉള്ളത്. അല്ല അത് ഒരു പലക തന്നെ പൊക്കാനായിട്ട് നമ്മൾ 4 പേര് പിടിക്കണം. അത്രയും വെയിറ്റ് നമുക്ക് നോക്കിയാൽ ലാബാണെന്ന് തോന്നുന്നു. സ്റ്റീലിലാണ് എനിക്കൊരു ഡൗട്ട്. സ്റ്റീലിൻ്റെ ലേബേഴ്സ് നമുക്ക് ഇവിടെ അടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല.
ഒടുക്കലത്തെ വെയിലാണ്, എന്തോ വെയിലായതുകൊണ്ട് ഇതാണ് അവസ്ഥ. വെയിലത്ത് കലോത്സവം കാണാൻ വേണ്ടി വന്നാൽ ഇങ്ങനെ ഇരിക്കും കാശ്. അങ്ങനെ വീടെത്താറായി. അങ്ങനെ വീടിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു കോലമായി സ്റ്റാൻഡ് അടിച്ച്. ഫൈനലി വീടെത്തി. ഒരു ടാൻ അടിച്ച്, നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ വേറെ ഒന്നും മോശമായിട്ട് പറയരുത് ഗായ്സ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നോമ്പൊക്കെ പിടിക്കുക. നോമ്പ് പിടിക്കാത്തവർ ചട്ടി നോമ്പെങ്കിലും പിടിക്കുക. ഓക്കേ.